ഈ പാത്രം മൊത്തം കഴുകി കാണണോ? ശരി. ദേവി, ആ പാത്രം എല്ലാം കൊണ്ടുവാ. അത് കുറവുണ്ടല്ലോ. അപ്പം ഇന്ന് കുറച്ച് പാത്രം കഴുകാം. വൈകുന്നേരത്തെ പൂരി മുട്ടക്കറി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് പാത്രം ഉണ്ട്. നമുക്കത് കഴുകി വൃത്തിയാക്കാം. എനിക്ക് ചെറുപ്പത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ജോലി എന്താണെന്ന് വെച്ചാൽ അത് പാത്രം കഴുകുന്നതായിരുന്നു. കാരണം കുറേ നേരം വെള്ളത്തിലിരിക്കാം, കുറേ നേരം കാലിലിട്ട് കഴുകിക്കൊണ്ടിരിക്കുക, പിന്നെ പാത്രം കഴുകുക. അപ്പോൾ ഇത് കറുത്ത ഇങ്ങനെ കരിയൊക്കെ ഉള്ളത് ഇങ്ങനെ പോകുന്നത് കാണുമ്പോഴേ അപ്പോൾ സിൽവർ കളർ ആവുമല്ലോ, അത് അഴുക്കൊക്കെ പോയി കഴിയുമ്പോൾ. അപ്പോൾ അതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പാത്രം കഴുകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പത്തിലൊക്കെ എന്തോരം പാത്രം കഴുകണമെന്ന് അറിയാം എനിക്ക്. പിന്നെ എന്താടി ഒരു വിലയില്ലാതെ തന്നെ തെള്ളടിക്കല്ലേ? തള്ളല്ലടി. ഞാൻ ഒത്തിരി പാത്രം കഴിയിട്ടുണ്ട്. എന്താ നിനക്ക് കാണണോ? ഈ പാത്രം മൊത്തം കഴുകി കാണണോ? ശരി. ഞാൻ പാത്രം കഴുകുമ്പോഴേ കൂടുതലും ലിക്വിഡ് വാഷാണ് യൂസ് ചെയ്യാറ്. കാരണം അതാകുമ്പോൾ നമുക്ക് കഴുകാൻ എളുപ്പമാണ്, മറ്റേ സോപ്പിനെക്കാട്ടിലും കൂടുതൽ. അപ്പോൾ ഞാൻ ഇന്ന് 3 തരം സ്ക്രബ് യൂസ് ചെയ്യും. അതാകുമ്പം നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. മറ്റേത് തേക്കേണ്ടടുത്ത് മറ്റേത് തേക്കാം, അല്ലാത്തടുത്ത് അത് തേക്കാം, അങ്ങനെ തേക്കും. ഇതുണ്ടോ, ആദ്യം നമുക്ക് അഴുക്കൊക്കെ കളയാം. ചേച്ചി ആരാ പാത്രം കഴുകാൻ പഠിപ്പിച്ചേ? ആരും പഠിപ്പിച്ചല്ല. പണ്ട് ഈ അമ്മ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ മേളിൽ കയറി ഇരിക്കൂലേ ഇങ്ങനെ സ്ലാവിൻ്റെ മേളിൽ. ആ സമയത്ത് ഇങ്ങനെ കാല് വെള്ളത്തിലിട്ടുകൊണ്ടിരിക്കുമായിരുന്നു മറ്റേ വാഷ് ബേസിൻ്റെ. അങ്ങനെ ഓരോ പാത്രം ആ സമയത്തൊക്കെ കഴുകി വെച്ച് നോക്കിയതാണ്. ഇപ്പം സുഖം തന്നെ പൊക്കുക, എന്നാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഫുള്ള് തേച്ച് വെച്ചിട്ടുണ്ട്. ഫുള്ളൊന്ന് കഴുകിയിട്ട് വാഷ് ചെയ്തെടുക്കാമേ. ഇനി ലാസ്റ്റ് ഫൈനൽ ടച്ചാണ്. ഇതാ ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് പോവാം. ഇത്രയും പാത്രങ്ങൾ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇങ്ങനത്തെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഒന്ന് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്താൽ മതി. അപ്പോൾ നെക്സ്റ്റ് നല്ല വീഡിയോസ് ആയിട്ട് ഇനി കാണാം. ബൈ.